നമ്മുടെ വീടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ് കേട്ടോ. കാരണം കിച്ചൺ എത്രമാത്രം നീറ്റായിട്ടിരിക്കുമോ അത്രയും നമുക്ക് സന്തോഷവും നമുക്കൊരു സംതൃപ്തിയൊക്കെ ഫീൽ ചെയ്യും. അപ്പം ഞാൻ ഈ കിച്ചൺ ഇങ്ങനെ ആവുന്നതിൻ്റെ മെയിൻ കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വീട് മാറിയിട്ട് അധികം നാളായില്ല. പക്ഷേ എനിക്ക് അത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളനുസരിച്ച് ഓരോ ഭാഗത്തേക്ക് വാടകയ്ക്ക് താമസിക്കുന്നവർക്കറിയാം ആ ഒരവസ്ഥ. നമ്മൾ വീട് മാറി ആ വീട്ടിലൊന്ന് സെറ്റിലാവാനായിട്ട് ഏകദേശം ഒരു 3-4 മാസമെങ്കിലും എടുക്കും. അപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെയും വെച്ചിട്ട് എനിക്കെല്ലാം നമ്മൾ ഉദ്ദേശിച്ച സമയത്തൊന്നും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നില്ല. കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ അടുക്കളയിൽ നമ്മൾ നിൽക്കുമ്പോഴും സാധനങ്ങൾ വെക്കാനാണെങ്കിലും കുക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു കൺജഷൻ ഫീൽ ചെയ്തപ്പോഴത്തേക്കാണ് ഈ ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ പോലെ കിച്ചൺ ക്ലീനിങ്ങിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ അല്ലെങ്കിൽ 5 ടിപ്സാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത്, നമുക്ക് നമ്മളുടെ എല്ലാവരുടെ അടുക്കളയിൽ അതിപ്പോൾ മോഡേൺ കിച്ചൺ ആയിക്കോട്ടെ പഴയ കാലത്തെ കിച്ചൺ ആയിക്കോട്ടെ എങ്ങനത്തെ കിച്ചൺ ആണെങ്കിലും നമുക്ക് വൃത്തിയാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം നമ്മളുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് എത്തത്തക്ക രീതിയിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം വയ്ക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത ഇപ്പം ഞങ്ങളുടെ ഒരു കേസ് വെച്ചാൽ ഞങ്ങൾ 4 പേരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് 2 പ്ലേറ്റ്, ഞങ്ങൾക്ക് 2 പ്ലേറ്റ്, 4 പ്ലേറ്റിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഗസ്റ്റായിട്ട് അങ്ങനെ ആരും വരാറില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു ടൈമിൽ എടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ അതുപോലെ എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം നമ്മളുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരാൾ വന്ന് കാണുമ്പം കാണത്തക്ക രീതിയിലിരിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് അത്യാവശ്യം യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമായിട്ട് വയ്ക്കുക. ആവശ്യമില്ലാത്തത് മീൻസ് എപ്പോഴും ഉപയോഗിക്കേണ്ടാത്തത് അതായ പാത്രങ്ങളെല്ലാം നമ്മൾ മറ്റൊരിടത്തേക്ക് മാറ്റുക. മറ്റൊരിടത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ഇവിടെ നമുക്ക് ഷെൽഫോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ കബോർഡ്സ് ഇല്ല. ഈ പറയുന്ന സംഭവങ്ങളൊന്നും എനിക്ക് നമ്മുടെ ഈ കിച്ചണിലില്ല. അപ്പം എനിക്ക് സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് വലിയൊരു അണ്ടാവ്. ഞാൻ ആദ്യം വീഡിയോ എടുത്ത വഴിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പം വലിയ പാത്രങ്ങളിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്കിപ്പം എല്ലാവരുടെയും കിച്ചൺ ഒരുപോലെ ഇരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾക്ക് ആവശ്യമില്ലാത്ത പാത്രങ്ങൾ, ഇപ്പോൾ കുറേ ബോട്ടിൽസ് നിങ്ങൾ കണ്ടില്ലേ, ഈ ബോട്ടിൽസൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് മേടിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോട്ടിലിൽ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കാലിയായിട്ട് വരുന്ന തൈരിൻ്റെ ബോട്ടിൽ, ഇങ്ങനെയൊക്കെ ഇതൊന്നും ഒത്തിരി എണ്ണത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കുറേയൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ആവശ്യമുള്ളത് മാത്രം പിന്നീടത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബോട്ടിൽസ് മാത്രം വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുക്കി പെറുക്കിയപ്പോഴാണെങ്കിലും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്നതിലാണെങ്കിലും കുറേ ബോട്ടിൽസ് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റുക. അപ്പോൾ ആ പാത്രം വയ്ക്കുന്ന ഷെൽഫിൽ കണ്ടോ അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ. ഗ്ലാസ് ആണെങ്കിലും ചോപ്പറാണെങ്കിലും മിക്സിയുടെ ജാറാണെങ്കിലും, മിക്സിക്ക് 4 ജാറുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വലിയ ജാറും ചെറിയ ജാറും ഇത് മാത്രമായിരിക്കും നമുക്ക് വേണ്ടുന്നത്. മറ്റ് 2 ജാറിൻ്റെ ആവശ്യം നമുക്ക് അവിടെ വെക്കേണ്ട ആവശ്യമില്ല, അതെടുത്ത് മാറ്റുക. അപ്പം ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ എത്ര പേരാണോ ഉള്ളത് അത്ര പേർക്ക് മാത്രമുള്ള ഗ്ലാസ് എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെ ഇതാണ് മെയിനായിട്ടുള്ള ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ലേഡീസ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾക്ക് കൂടുതലും നമ്മൾ വീട്ടിലുള്ള സമയത്ത് കൂടുതൽ സമയം, എല്ലായ്പ്പോഴും അല്ല കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കും. അവിടെ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുക. അത് നമ്മളുടെ ജോലിയിൽ നമ്മൾക്കൊന്ന് റിലാക്സ് ചെയ്യാനാണെങ്കിൽ നമുക്കൊന്ന് കാണുമ്പോഴാണെങ്കിലും ഒരു സന്തോഷം തോന്നും. അപ്പോൾ എനിക്കിഷ്ടം ചെടികൾ വെക്കാനാണ്. ഇനി മറ്റു പലർക്ക് പിക്ചേഴ്സൊക്കെ ഇഷ്ടമാണ്. അതല്ലാതെ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കൊണ്ട് കുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഇതിൽ മാത്രമായി പോകാതെ ഞാൻ അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. ബോറടിക്കുമ്പോഴത്തേക്ക് പണി ചെയ്യാനായിട്ടൊക്കെ മടി തോന്നുമ്പോഴത്തേക്ക് നമുക്കിഷ്ടമുള്ള യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് കണ്ടുകൊണ്ട് പണി ചെയ്യും. പണി തീരുന്നതും അറിയില്ല, നമുക്ക് ബോറടിക്കുകയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കിച്ചണിൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ സമയത്താണെങ്കിലും ആ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പം വെച്ചിരിക്കുന്ന ചെടിയുടെ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ മൈൻഡ് ഒന്ന് റിഫ്രഷായി. അപ്പം ഞാൻ ക്ലീൻ ചെയ്യുവാണല്ലോ എന്നുള്ള ആ ഒരു സ്ട്രെസ്സിലല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ഓൺ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ, ഈ ബോട്ടിൽസൊക്കെ സ്റ്റൗവിന് ചേർന്ന്
വെക്കാതിരിക്കുക. എനിക്ക് ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ വെക്കുന്നത്. അങ്ങനെ വെക്കാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം, ഈ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ അടുപ്പ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറിയ കറികൾ വെക്കുമ്പോഴാണെങ്കിലും മീൻ വറക്കുമ്പോഴാണെങ്കിലും നമ്മൾ എന്ത് തന്നെ കുക്കിംഗ് എണ്ണയുമായി സംബന്ധിച്ച് ചെയ്യുമ്പോഴാണെങ്കിലും അതിനടുത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലും അതിൻ്റെ ടൈലിലും ഒക്കെ ഈ എണ്ണ തെറിച്ച് വീണ് കഴിയുമ്പോഴത്തേക്ക് അരക്ക് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ഗ്രീസി ആയിട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ ഈ എണ്ണക്കുപ്പി ആണെങ്കിൽ എല്ലാം ആ സൈഡിലിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഒരു അരക്ക് പിടിച്ച ഫീലിങ്ങിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കിവിടെ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇനി ഈ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും സോറി കേട്ടോ, കുഞ്ഞിൻ്റെ സൗണ്ടാണ് ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഓവർ ഞാൻ ചെയ്യുമ്പോഴും അവൻ എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, സോറിയേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു സജഷൻ തരാൻ പറ്റുമെങ്കിൽ തന്നാൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കും കേട്ടോ. അപ്പം ഈ പറയുന്ന നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിനടുത്തേക്ക്, പക്ഷെ നമുക്ക് എപ്പോഴും പെട്ടെന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ അടുത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വേഗം, അതായത് മുളക് പൊടി, മഞ്ഞൾ പൊടി, നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ അടുത്ത് വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കബോർഡ്സോ ഷെൽഫോ ഉണ്ടെങ്കിൽ എണ്ണ തെറിക്കില്ല, അത് നമുക്ക് ഓക്കെ. പക്ഷേ അങ്ങനെ ഇല്ലാത്തവരുടെ ഒരു കേസാണ് ഞാൻ പറയുന്നത്. എണ്ണ തെറിച്ച് കഴിഞ്ഞാൽ അരക്ക് പിടിച്ച പോലെ ബോട്ടിലെല്ലാം നാശമായി പോകും. അപ്പം ഞാൻ ഓരോ വീട് മാറുമ്പോഴും ഞാൻ ബോട്ടിൽസ് എല്ലാം മാറും, കാരണം അത് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പരുവത്തിന് പിന്നെ കൊള്ളത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാനീ പറഞ്ഞ പോലെ ബോട്ടിൽസൊക്കെ നിങ്ങൾ മറ്റൊരിടത്തേക്ക്, അതായത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള പൊടികൾ മാത്രം സ്റ്റൗവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മാത്രം മതി. അല്ലാത്തപ്പോഴെല്ലാം നിങ്ങളത് മാറ്റി വയ്ക്കുക. ഓക്കെ, അത് മൂന്നാമത്തെ ടിപ്പ്. അപ്പം നിങ്ങൾ ബോട്ടിൽസൊക്കെ ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ആഴ്ചയിലൊന്നോ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഈ പറയുന്ന ബോട്ടിൽസിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒന്നാമത്തത് ആവശ്യമില്ലാത്ത പാത്രങ്ങളെടുത്ത് മാറ്റുക. രണ്ടാമത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. മൂന്നാമത്തത് നമ്മളുടെ ബോട്ടിൽസൊക്കെ സ്റ്റൗവിനടുത്തേക്ക് നീക്കി വെക്കാതിരിക്കുക, കാരണം എണ്ണ തെറിച്ച് ഭയങ്കര അരക്ക് പിടിച്ച പോലെ ഇരിക്കും, അതുകൊണ്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ ഇനി സ്റ്റൗവിനടുത്തേക്കാണ് വെക്കുന്നതെങ്കിൽ അത്യാവശ്യമുള്ളത് മാത്രം വയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ തേയിലപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര, എണ്ണ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഉലുവ, കടുക്, ഇങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം നമ്മളുടെ സ്റ്റൗവിനടുത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അരക്ക് പിടിച്ചാലും, അരക്ക് മീൻസ് എണ്ണയുടെ ആ ഒരു ഒട്ടൽ വന്നാലും അത്രയും കുപ്പികളിലല്ലേ വരുള്ളൂ, ബാക്കിയുള്ള കുപ്പികളിൽ വരില്ലല്ലോ. ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട്, അതായത് നമുക്ക് പ്രധാനമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇച്ചിരി ക്ഷമ വേണം. എളുപ്പം മീൻസ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പണിയായിരിക്കില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു തുണി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിലേക്ക് മുക്കുക. എന്നിട്ട് ചൂടുവെള്ളം ചൂടോടെ, അതായത് തിളയ്ക്കുന്ന കൈ പൊള്ളുന്ന ചൂടല്ല, അതേ ചൂടോടുകൂടി തന്നെ ആ ബോട്ടിലിൻ്റെ പുറം ഭാഗം നന്നായിട്ട് തുടച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണമയം ഉള്ളത് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. എന്നാൽ ആദ്യത്തെ പോലെ എത്തുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും നമുക്ക് ആ പിടിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും. അപ്പം അതാണ് മെയിനായിട്ടുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി 4ാമത്തെ ഒരു കിച്ചൺ ക്ലീനിങ് ഹാക്ക് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റൗവിൽ പാല് തിളച്ച് പോകാറുണ്ട്, കഞ്ഞി തിളച്ച് വീഴാറുണ്ട്. ഇത് എത്രയെല്ലാം ശ്രദ്ധിച്ചാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ഇത് സംഭവിക്കാത്ത ഒരു സ്ത്രീകളും ഒരു വീട്ടിൽ അടുക്കളയിൽ കയറുന്നവരിൽ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പാല് തിളച്ച് തൂകി കഴിയുമ്പം മെയിനായിട്ട് അന്നേരം തന്നെ അതങ്ങ് ക്ലീൻ ചെയ്ത് മാറ്റുക. അല്ലാതെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുമ്പം നമുക്കത് ഉണങ്ങിപ്പിടിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പം അതായത് സ്റ്റൗവിൻ്റെ മേളുഭാഗത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അന്നേരം ക്ലീൻ ചെയ്യാനായിട്ട് സമയം കിട്ടുകയുള്ളൂ. അതിൻ്റെ താഴെ ഭാഗത്തേക്ക്, അതായത് ഈ സ്റ്റൗവിനുള്ളിലൂടെ താഴേക്ക് വീണിരിക്കുന്ന പാലായാലും കഞ്ഞിയുടെ വെള്ളം ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അത് നമുക്ക് അന്നേരം ക്ലീൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒന്നെങ്കിൽ ഇപ്പുറത്തെ സ്റ്റൗവിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ. അപ്പം നമ്മളുടെ സ്റ്റൗവിൻ്റെ മേളിലത്തെ ഭാഗം നമുക്ക് അന്നേരം തന്നെ ക്ലീൻ ചെയ്തങ്ങ് മാറ്റുക. അപ്പം ഇതിന് ശേഷം, അതായത് നിങ്ങൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ
പാചകം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ കിച്ചണൊക്കെ തൂത്ത് വാരുന്നൊരു സമയം ഉണ്ടാവുമല്ലോ, എല്ലാം അടിച്ച് വാരി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയം ജസ്റ്റ് നമ്മൾ തുടയ്ക്കുന്ന തുണി വെച്ചിട്ട് ഈ സ്റ്റൗവിൻ്റെ അടിഭാഗത്തേക്കും കൂടെ, അല്ലെങ്കിൽ സ്റ്റൗ പതിയെ ഒന്ന് മേലേക്ക് പൊക്കിയിട്ട് അവിടം കൂടെ ഒന്ന് നനഞ്ഞ തുണി വെച്ച് അന്നേരം, അതായത് ആ പാലം എല്ലാം തിളച്ച് വീഴുന്ന നമ്മൾ അതാത് ദിവസങ്ങളിൽ ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിലും സാധാ ക്ലീനിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ആ ഒരു സ്റ്റൗവിൻ്റെ അടിഭാഗവും കൂടെ നന്നായിട്ട് തുടച്ചിങ്ങ് മാറ്റുക. ഇത് എല്ലാവർക്കും പോസിബിൾ ആകണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം നമുക്ക് ഡീപ്പ് ക്ലീനിങ് ഇപ്പോൾ എല്ലാ ആഴ്ചയിലെല്ലാം ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയും നമുക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് സമയം ഇത് കണ്ടില്ലേ, ഞാനിപ്പം ഇന്നലെ വൈകിട്ട് പാല് തിളച്ച് പോയതാണത്. പാല് തിളച്ച് പോയത് ഞാൻ എന്നിട്ട് പോലും അത് ഉണങ്ങിപ്പിടിച്ചു. കാരണം ഉണങ്ങിപ്പിടിക്കുക മീൻസ് നമ്മൾ പിന്നെയും പാചകം ചെയ്യുമ്പോഴത്തേക്ക് ചൂടാണ് താഴേക്ക് ചെല്ലുക. ആ ചൂട് ചെല്ലുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ വീണ് കിടക്കുന്നത് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പം നമ്മൾ ഒന്നെങ്കിൽ സ്റ്റീൽ ബോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രബ്ബർ വെച്ചിട്ടോ നന്നായിട്ട് അവിടെ വന്ന് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക. അപ്പം ഈ പറയുന്ന കൗണ്ടർ ടോപ്പ്, പ്രത്യേകിച്ച് എൻ്റെ കൗണ്ടർ ടോപ്പ് ഈ വെള്ള കളറിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറിയൊരു അഴുക്ക് പറ്റിയാൽ പോലും നമുക്ക് പെട്ടെന്ന് നമുക്കത് കണ്ടാലും അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പം അത് അന്നേരം തന്നെ തുടച്ച് മാറ്റുക. ഇനി ഞാനിവിടെ ഡിസിൻഫെക്റ്റൻറ്റോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറോ അല്ലെങ്കിൽ ഈ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ലിക്വിഡോ ഒന്നും ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ദിവസം ഞാനത് യൂസ് ചെയ്യാറുണ്ട്. ഇന്ന് സത്യത്തിൽ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യുക എന്നുള്ള പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൂട്ടത്തിൽ ഞാനങ്ങ് തുടച്ച് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ, അതായത് 5ാമത്തെ കാര്യം, നമ്മളുടെ അടുക്കളയിൽ എപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടവൽ ഉണ്ടാവണം. മാക്സിമം ഒരു 3 എണ്ണമെങ്കിലും ഉണ്ടാവണം. ഒരെണ്ണം എവിടെയാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഹാൻഡിലിൽ തൂക്കിയിടണം. ഒരെണ്ണം നമ്മുടെ പാചകം ചെയ്യുന്ന സ്റ്റൗവിൻ്റെ ആ ഭാഗത്തും, ഒരെണ്ണം നമ്മൾ പാത്രം കഴുകുന്നതിൻ്റെ, അങ്ങനെ 3 ടവൽസ് നമ്മൾ കീപ്പ് ചെയ്യുക. ഇത് ക്ലീൻ ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ നന്നായിട്ടിട്ട് തിളപ്പിച്ച് ചൂട് മാറുന്നതിന് മുൻപ് തന്നെ കഴുകി ഉണക്കി വെയിലത്തിടുക. അപ്പോൾ എൻ്റെ കിച്ചൺ ഏകദേശം ക്ലീൻ ആയിട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.